നമസ്കാരം. കണ്ണൂരിൽ നടന്നു എന്ന പേരിൽ, കണ്ണൂരിൽ ഒരു ഹോട്ടലിൽ നടന്നു എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ നേരത്തെ ഒന്ന് രണ്ട് തവണ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് കരുതിയിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യലാണ് ആദ്യം വേണ്ടത് എന്ന് ഞാൻ എതിർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആദ്യത്തെ നിലപാടുകളും പൊസിഷനും ഒക്കെ ഞാൻ എതിർക്കുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ. എങ്കിലും ഇങ്ങനെ വളഞ്ഞുകുത്തി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് തക്ക തെറ്റൊന്നും മൂപ്പര് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞുകുത്തി അടിക്കുമ്പോഴത്തേക്ക് അതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടാവും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ വാർത്ത ഒന്ന് മാറ്റിവെച്ചതാണ്, ഈ വിഷയം ഒന്ന് മാറ്റിവെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ചതിച്ചതാണ് എന്ന നിലയിൽ ജനങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റു വിഷയങ്ങളിലൂടെ ഒന്ന് പോകുകയാണ്. ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് തെരുവുപട്ടി വന്ന് കയറും. തെരുവുപട്ടി വന്ന് കയറി അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. തല്ലി ഇറക്കാൻ പറ്റുന്നില്ല. തല്ലി ഇറക്കുമ്പോൾ അത് കടിക്കുക, ആ വടിയിൽ കടിക്കുക. എന്നിട്ട് അവർ ആട്ടി പുറത്തേക്ക് തല്ലി ഇറക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അവരെന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കണം. എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയോ? അതിന്റെ താഴെ വന്നിട്ടുള്ള കുറെ കമന്റുകളാണ്, കുറെ പട്ടികളുടെ കമന്റുകളാണ്, അല്ലെങ്കിൽ പട്ടി സ്നേഹികളുടെ കമന്റുകളാണ്. അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കമന്റ് എഴുതാൻ മിടുക്കന്മാരാണ്. എന്നാൽ ഇതിൽ ഒരു പട്ടിയും ഈ പട്ടിയെ അതിന് വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ തിന്നാൻ കൊടുത്തോളാം എന്ന് പറയണില്ല. പറയുന്നത് പാവം വിശന്നങ്ങോട്ട് വന്ന് കയറിയതാണ്. കയറിയപ്പോഴത്തേക്ക് അത് തിന്നാൻ കൊടുത്തായിരുന്നെങ്കിൽ കാവൽ കിടന്നതന്നെ. പിന്നെ അവിടെ വരുന്ന പട്ടികൾക്ക് തിന്നാൻ കൊടുക്കലല്ലേ ഹോട്ടലുകാർക്ക് പണി? നായ വളർത്തലല്ലേ? അതിനിവിടെ വേറെ പട്ടികളുണ്ട്. രണ്ടു കാലുള്ള കുറെ പട്ടികൾ നടപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞതുപോലെ ഇരുന്ന് കുരയ്ക്കുന്ന കുറെ പട്ടികൾ. ആ പട്ടികൾ കൊണ്ടുപോയിക്കോളണം. ഇവിടെ ഹോട്ടലുകാർക്കും വീട്ടുകാർക്കും മറ്റുള്ളവർക്കും നാട്ടുകാർക്കും ഒന്നും ഈ പട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല. അതൊന്ന് പറയാതെ പോയാൽ ശരിയാവില്ല എന്ന് ഉള്ളതുകൊണ്ടാണ് ആ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയത്. എവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ? വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാലോ, ഒരു പട്ടിയെ റോഡിൽ കാണാനില്ലായിരുന്നു. മര്യാദയ്ക്ക് കുട്ടികളെ നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകാൻ വയ്യ, പുറത്തിറങ്ങി നടക്കാൻ വയ്യ, കളിക്കാൻ വയ്യ. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വരെ പട്ടികൾ കയറി കടിക്കുകയാണ്. ഇപ്പൊ എന്തേ ഹോട്ടലിന്റെ ഉള്ളിലേക്കും കയറി, ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ അവരുടെ കസ്റ്റമേഴ്സിന്റെ മേൽക്കും വരെയാണ് പട്ടി. എന്നിട്ട് പറയാണ് ആ പട്ടി സ്നേഹം മോത്തിട്ട് പട്ടിക്ക് തിന്നാൻ കൊടുക്കണോ? അത്രേ സൗകര്യമല്ല തിന്നാൻ കൊടുക്കാൻ. തച്ചു കൊല്ലണമെന്ന് പറയുന്നത്. തെരുവ് പട്ടികളെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലണം. ഇനി ഇവിടെ സർക്കാരോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഒന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കും തോന്നുന്നില്ല. എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ തല്ലിക്കൊല്ലുക. വന്ധീകരിച്ചു എന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വന്ധീകരിച്ചിട്ടും നേരെ ഇറക്കി വിടുന്ന എന്താ? ഈ റോഡിലേക്കാണ് അല്ലേ? ആ തെരുവിലേക്കാണ്. അപ്പൊ എന്താ പട്ടി കടിക്കൂലേ? വന്ധീകരിച്ച പട്ടി കടിക്കില്ല എന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടാണോ ഇറക്കി വിടുന്നത്? അല്ലല്ലോ. തല്ലിക്കൊല്ലുക, വിഷം കൊടുത്ത് കൊല്ലുക, നായ്ക്കളെ മുഴുവൻ കൊന്ന് നശിപ്പിക്കുക. ഈ ലോകത്ത് എല്ലായിടത്തും മൃഗങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ ഹണ്ടിങ് അനുവദിച്ചിട്ടുണ്ട്, കൊല്ലാൻ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ പട്ടികൾക്ക് മാത്രം ഇവിടെ കൊല്ലാനുമില്ല, ഒന്നിനുമില്ല, വളർത്തിക്കോണം. അത് നാട്ടുകാർ അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബക്കാരെയും ഒക്കെ പട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് കടിച്ചു പറിക്കാൻ വിട്ടുകൊടുത്തിട്ട് വളർത്തിക്കോണം. എവിടുത്തെ ന്യായമാണിത്? ഇവിടെ മാനുകളെയും മുയലുകളെയും ഒക്കെ പിടിച്ച് കണ്ട് സിംഹത്തിനും കടുവയ്ക്കും തിന്നാനിട്ട് കൊടുക്കുന്നുണ്ട് മൃഗശാലകളിൽ. എന്തുകൊണ്ടാണ് ഈ പട്ടികളെ കൊണ്ടിട്ട് കൊടുക്കാത്തത്? മാൻ കടിച്ചാൽ പേവിഷം ഉണ്ടാവൂല. പേവിഷം ഉണ്ടായാൽ മാത്രമല്ലേ കുത്തിവെപ്പെടുക്കാനും കോടികൾ ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പൊ പിന്നെ പട്ടിയെ തൊടാൻ പറ്റൂലല്ലോ. ഇവിടെ അതാണ് വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പേരിൽ ഇനി എന്ത് കേസ് വന്നാലും വേണ്ടില്ല. എന്റെ മുന്നിൽ ഒരു പട്ടി വന്ന് ചാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ കുട്ടികളെ കടിക്കാൻ വന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്നാൽ തച്ചു കൊല്ലാൻ തന്നെയാണ് തീരുമാനം. ഈ പട്ടികളെ കാരണം മനുഷ്യന് ഇവിടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, പട്ടികൾക്ക് വേണ്ടി ഇവിടെ നിയമമുണ്ട്. ഒരൊറ്റ മനുഷ്യന് വേണ്ടി ഇവിടെ നിയമമില്ല. എവിടുത്തെ ന്യായമാണ്? എവിടുത്തെ വർത്താനാണ് പറയുന്നത്? സോഷ്യൽ മീഡിയന്റെ താഴെ ഇരുന്ന് കമന്റ് എഴുതുന്ന അവസ്ഥയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10, 40, 50 വയസ്സുള്ളവർക്ക് അറിയാം അവരുടെ ബാല്യകാലത്ത് എത്ര പട്ടികളോട് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരെണ്ണം പോലും, ഒരു തെരുവ് പട്ടികൾ അവിടെ ഇവിടെ ഇല്ല. ഒരു പക്ഷേ അവിടെ വീടുകൾ വളർത്തുന്ന പട്ടികൾ റോഡിൽ ഇറങ്ങി കിടക്കുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില്ലാതെ തെരുവുപട്ടികൾ ഉണ്ടായിരുന്നില്ല അന്ന്. അന്നും ഇവിടെ മനുഷ്യൻ ജീവിച്ചു. ഈ പ്രകൃതിയും ഇങ്ങനെ തന്നെ പോയി. അന്നും പറങ്കൂച്ച് കാച്ചിരുന്നു, വാഴ കൊലച്ചിരുന്നു. വെള്ളം അന്ന് മേലെന്ന് താഴേക്ക് തന്നെ ഒഴുകിയത്. ഒരൊറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ പേപ്പട്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തെരുവുപട്ടി ഇവിടെ ആവശ്യമൊന്നുമില്ല. തെരുവുപട്ടികളെ വളർത്താൻ ഇവിടെ നാട്ടുകാർക്ക് ഉദ്ദേശവുമില്ല. അങ്ങനെ ഈ തെരുവുപട്ടികളെ ആർക്കെങ്കിലും വളർത്തണമെന്നോ നാട്ടുകാർ തല്ലിക്കൊല്ലാതെ സംരക്ഷിക്കണമെന്നോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ വേണ്ടത് ആരാന്ന് വെച്ചാൽ അവർ സംരക്ഷിച്ചോളണം. ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ കുടുംബം ഒക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാ. അത് ഏതെങ്കിലും പട്ടികൾക്ക് വേണ്ടിയിട്ടോ, രണ്ടു കാലുള്ള കുറെ കുരയ്ക്കുന്ന പട്ടികളുണ്ടല്ലോ, ഈ പട്ടികളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുരയ്ക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ടോ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. മനസ്സിലായില്ലേ? Different angles. Don't forget to subscribe and support this channel.